ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് റൈസായ ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അറബിക് റൈസാണ് കേട്ടോ. അത് അധികം മസാലകളൊന്നും ചേർക്കാതെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായാലും പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് മല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മല്ലിയിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടതായിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ഹനീത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച മസാലയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി മസാലയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കന്നെ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മളിതിലേക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എത്രയാണ് വെള്ളം എടുക്കണമെന്ന് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ചിക്കന് നമുക്ക് ഇതിലേക്ക് എടുത്ത് മാറ്റണം. ഇപ്പോൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഫുഡ് കളറിൽ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ വേവിച്ച് വെള്ളം ഉണ്ടല്ലോ അതൊരു പാത്രത്തിൽ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെടുത്ത് അതിലെടുത്ത് ഒരു 5 അല്ലി ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏലക്ക ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ പൊടിക്കുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനത് മറന്നുകൊണ്ട് ഈ സമയത്താട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 4 തക്കാളി ഉണ്ട് കേട്ടോ. 4 അത്യാവശ്യം വലിയ സൈസ് തക്കാളി തന്നെയാണ്. ആ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളിക്ക് കളറ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടാണ് തക്കാളി അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അളന്ന് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനെക്കാട്ടിയും ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് നമ്മൾ അരി അളന്നെടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മാഗി ക്യൂബ് ഇട്ടിട്ട് വേവിക്കണ കാരണം ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ ഞാനിവിടെ 1.25 കിലോ റൈസാട്ടോ എടുത്തിട്ടുള്ളത്. ആ റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, അങ്ങനത്തെ ഒരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് നേരെ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ വേവിച്ച കുറച്ച് ഓയിലും കൂടി ഉണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ അനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്.
നമ്മൾ റൈസ് വെന്ത് നമ്മൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ റൈസ് ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൈസ് കിട്ടും കേട്ടോ. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ റൈസ് കിട്ടും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ അനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.